നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാപ്പ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ബിജെപി കൗൺസിലർ സുഗതന് ഇളവ് നൽകിയിരുന്നു. ആ ഇളവും ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അതായത് ഇളവ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവും ഇറക്കിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ പോലീസ് അകമ്പടിയോടുകൂടി പരോൾ അനുവദിക്കണമെന്ന അപേക്ഷയാണ് സുഗതൻ നൽകിയത്. പക്ഷേ ആഭ്യന്തര വകുപ്പ് ഈ ഫയൽ കൈമാറിയപ്പോൾ തദ്ദേശ വകുപ്പ് സുഗതന്റെ അവധി അപേക്ഷ കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ട് വോട്ടിനിടാമെന്ന ഉപദേശം നൽകി. വോട്ടിൽ വിജയിച്ചാൽ അയോഗ്യത ഭീഷണി നീങ്ങുമെന്നായിരുന്നു നിർദ്ദേശം. പരോൾ നൽകേണ്ടെന്ന് തദ്ദേശ മന്ത്രിയും തദ്ദേശ സെക്രട്ടറിയും ഫയലിൽ എഴുതിയിരുന്നു. അത് മറികടന്നായിരുന്നു തദ്ദേശ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്. ആ ഉപദേശം പകർത്തി എഴുതി ആഭ്യന്തര വകുപ്പ് നൽകിയ മറുപടിയാണ് സുഗതന് രക്ഷയായത് കൗൺസിലിൽ. എന്തായാലും സുഗതന്റെ അവധി അപേക്ഷ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിന്റെ കൗൺസിലിലേക്ക് വരികയും വോട്ടിൽ വിജയിക്കുകയും ചെയ്തു. അതോടുകൂടി സുഗതന്റെ അയോഗ്യത ഭീഷണി മാറി. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറി ഈ ഒരു കോർപ്പറേഷനുള്ളിൽ. ഇതിന് പിന്നാലെയാണ് അവർ എവിടെ നിന്നാണ് ഈ കത്ത് വന്നത് എന്നൊരു ചോദ്യം ഉയരുന്നു. ഈ നടപടി വലിയ വിവാദമായതിന് പിന്നാലെയാണ് തദ്ദേശ വകുപ്പ് നൽകിയ ഉപദേശം റദ്ദാക്കുകയും ഫയലിൽ കുറിപ്പെഴുതിയ അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണിമയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ആ നടപടികളിലേക്ക് പിന്നീട് കടന്നത്. എന്തായാലും തദ്ദേശ വകുപ്പിന്റെ അഭിപ്രായ പ്രകാരം ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ കത്തും മുൻ ഉത്തരവും റദ്ദാക്കി പുതിയ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. അതേസമയം ആഭ്യന്തര വകുപ്പിൽ നിന്ന് കത്ത് പുറത്തിറക്കിയ അണ്ടർ സെക്രട്ടറിക്കെതിരെ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. എന്തായാലും അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ട കത്ത് ആഭ്യന്തര വകുപ്പ് റദ്ദാക്കിയിരിക്കുകയാണ്. ഈ കത്ത് തയ്യാറാക്കിയതിൽ വീഴ്ച സംഭവിച്ചെന്ന് ആരോപിച്ചാണ് തദ്ദേശ അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണിമയെ സസ്പെൻഡ് ചെയ്തത്. സുഗതന് അവധി അനുവദിച്ച കൗൺസിൽ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് UDF-ഉം LDF-ഉം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ ഹിയറിംഗിനിടെ സുഗതന് അനുകൂലമായ കത്ത് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തിയാണ് തദ്ദേശ ആഭ്യന്തര വകുപ്പുകൾ ഈ നടപടികൾ സ്വീകരിച്ചത്. പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുഗതൻ ആദ്യം നൽകിയ അപേക്ഷ ആഭ്യന്തര വകുപ്പിനായിരുന്നു. കത്ത് നൽകിയതിൽ തുടർ നടപടിക്ക് പ്രസക്തിയില്ലെന്ന നിലപാടിൽ ആഭ്യന്തര വകുപ്പ് നിലനിന്നിരുന്നു. തദ്ദേശ വകുപ്പ് ആഭ്യന്തര വകുപ്പിന് നൽകിയ കത്ത് റദ്ദാക്കുക എന്നത് പ്രായോഗികമല്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം. സുഗതൻ അനുകൂലമായി കത്ത് നൽകിയ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും വിലയിരുത്തലുകൾ ഒരു വശത്തുണ്ട്. തദ്ദേശ വകുപ്പ് നൽകിയ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കത്തെന്നും സ്വന്തമായി തീരുമാനം എടുത്തില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇനി സുഗതൻ അനുകൂലമായ കത്ത് വിവാദത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാൻ ഇനി സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ സർക്കാരിന്റെ കത്ത് റദ്ദായ സാഹചര്യത്തിൽ സുഗതൻ അനുവദിച്ച അവധിക്കും നിയമപരമായ നിലനിൽപ്പില്ലെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംഭവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിപക്ഷം പരാതി നൽകുകയും ചെയ്തു. എന്തായാലും ഈ സുഗതൻ അനുകൂലമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്വീകരിച്ച നടപടി നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു. കരുതൽ തടങ്കലിലുള്ള പ്രതികൾക്ക് പരോൾ അനുവദിക്കാൻ വ്യവസ്ഥയില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുഗതന്റെ അവധി അപേക്ഷ നിരസിക്കണമെന്നായിരുന്നു ആഭ്യന്തര വകുപ്പിനോട് നിർദ്ദേശിച്ചത്. ജൂലൈ 18-ന് സുഗതൻ അനുകൂലമായി തദ്ദേശ വകുപ്പ് നൽകിയിരുന്ന കുറിപ്പ് റദ്ദാക്കുന്നതായും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പുതിയ അണ്ടർ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച നടപടി സ്വീകരിച്ചത്. സുഗതനുമായി ബന്ധപ്പെട്ട ഫയലിൽ അണ്ടർ സെക്രട്ടറി ദുരുദ്ദേശത്തോടെ മാറ്റങ്ങൾ വരുത്തിയെന്നും ഇത് അധികാര ദുർവിനിയോഗവും പെരുമാറ്റ ദോഷ്യവുമാണെന്നും പൊതുഭരണ സെക്രട്ടറിയുടെ സസ്പെൻഷൻ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് അവധി അപേക്ഷയ്ക്ക് അനുമതി നൽകിയത്. ഇതേ അനുമതി കത്ത് ചൂണ്ടിക്കാട്ടിയാണ് മേയർ VV രാജേഷ് സുഗതന്റെ അവധി അപേക്ഷ നിയമപരമാണെന്നും വോട്ടെടുപ്പ് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ മേയർക്കാണ് അധികാരമെന്നും അറിയിച്ചത്. എന്നാൽ സുഗതന് അനുകൂലമായ ഉദ്യോഗസ്ഥ നടപടി ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. ഫയൽ തന്റെ മുന്നിൽ എത്തിയപ്പോൾ ഒരു ആനുകൂല്യവും നൽകാനാകില്ലെന്ന് വ്യക്തമാക്കിയിരുന്നുവെന്നും പിന്നീട് വീണ്ടും അൺഒഫീഷ്യൽ നോട്ട് എഴുതിയതിന്റെ പിന്നിലെ ഉദ്ദേശവും രാഷ്ട്രീയവും പരിശോധിക്കുമെന്നും മന്ത്രി KM ഷാജി വ്യക്തമാക്കിയിരുന്നു. നിലവിൽ വിയൂർ ജയിലിലാണ് സുഗതൻ. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ കൗൺസിലർ സ്ഥാനത്ത് അയോഗ്യത വരാനുള്ള സാഹചര്യമുണ്ട്. ഇത് ഒഴിവാക്കുന്ന ായാണ് കോർപ്പറേഷൻ ഭരണപക്ഷം അവധി നീക്കവുമായി മുന്നോട്ട് പോയത്. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്ന സുഗതന്റെ അപേക്ഷ നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പ് നിരസിച്ചതാണ്. ഇപ്പോൾ പുതിയ തീരുമാനങ്ങൾ കൂടി എടുത്തിരിക്കുകയാണ്. എന്തായാലും നിർണായകമായ സംഭവത്തിൽ വലിയ രീതിയിലുള്ള വിവാദം, പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര പി അരുണിമയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സംഭവത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ശക്തമാകുന്നുണ്ട്. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ നടപടി. പൊതുഭരണ വകുപ്പാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്.
കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരം വിയൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴോട്ടുകോണം വാർഡ് BJP കൗൺസിലർ R. സുഗതന് അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ബന്ധപ്പെട്ട ഫയലിൽ ദുരുദ്ദേശത്തോടെ മാറ്റങ്ങളും തിരുത്തലുകളും വരുത്തിയതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും വിയൂർ ജയിൽ സൂപ്രണ്ട് വഴി സുഗതൻ നൽകിയ അവധി അപേക്ഷ ആഭ്യന്തര വകുപ്പാണ് അഭിപ്രായത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് അയച്ചത്. എക്സ്പോർട്ട് പരോൾ അനുവദിക്കാൻ നിയമപരമായി വ്യവസ്ഥയില്ലെന്ന കുറിപ്പുകൾ ഫയലിൽ നിലനിൽക്കെ വകുപ്പ് മന്ത്രി KM ഷാജി, സ്പെഷ്യൽ സെക്രട്ടറി ഷാനവാസ് എന്നിവരുടെ ഉത്തരവുകൾ മറികടന്നാണ് ഈ ഉദ്യോഗസ്ഥ ഫയലിൽ തിരുത്തലുകൾ നടത്തിയത്. ഇത് ഗുരുതരമായ ചട്ടലംഘനവും അധികാര ദുർവിനിയോഗവും ഔദ്യോഗിക വീഴ്ചയാണെന്നുമാണ് സർക്കാർ വിലയിരുത്തിയത്. സർവീസിൽ നിന്നും ഉടനടി സസ്പെൻഡ് ചെയ്തു. 1960 KCS ചട്ടം പ്രകാരം ഡോക്ടർ ചിത്ര P. അരുണിമയെ ഉടനടി പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷൻ കാലയളവിൽ കേരള സർവീസ് ചട്ടങ്ങൾ പ്രകാരമുള്ള ജീവിത ഭത്തയ്ക്ക് ഇവർക്ക് അർഹതയുണ്ടായിരിക്കും. പൊതുഭരണ വകുപ്പ് സെക്രട്ടറി K. ബിജു IAS ഗവർണറുടെ പേരിൽ പുറപ്പെടുവിച്ചതാണ് ഈ സസ്പെൻഷൻ ഉത്തരവ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിച്ച ശേഷം അച്ചടക്ക നടപടി നേരിടുന്ന ആദ്യത്തെ ഉദ്യോഗസ്ഥയാണ് ചിത്ര അരുണിമ. നമുക്കറിയാവുന്ന പോലെ തന്നെ ചിത്രയ്ക്ക് വളരെയധികം കുരുക്കായത് സുഗതന് അനുകൂലമായ ഒരു തീരുമാനം. കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ സുഗതന് അവധി നൽകാൻ വഴിയൊരുക്കിയത് ഈ ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണെന്നത് UDF-നെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനിലെ UDF നിയമസഭാ കക്ഷി നേതാവ് K. ശബരിനാഥൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയെ കണ്ട് അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയത്. പിന്നാലെ K. ശബരിനാഥൻ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. ചട്ടവിരുദ്ധ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥയ്ക്കെതിരായ നടപടി മാതൃകാപരമെന്നായിരുന്നു K. ശബരിനാഥന്റെ പ്രതികരണം. ഉദ്യോഗസ്ഥയ്ക്കെതിരായ നടപടി അംഗീകരിക്കുന്നുവെന്നും നിലവിൽ ഇവർ ഇറക്കിയിട്ടുള്ള സുഗതന് അനുകൂലമായ ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ചിത്ര P. അരുണിമ കാണിച്ചത് അധികാര ദുർവിനിയോഗമാണ്, ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സസ്പെൻഷൻ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രിതലത്തിലും സെക്രട്ടറി തലത്തിലുമുള്ള തീരുമാനങ്ങളെ മറികടന്ന് ശുപാർശകളിൽ വെട്ടിത്തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തിയത് ഗുരുതര അച്ചടക്ക ലംഘനമായി സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. KS IAS ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരം കർശന നടപടികളിലേക്ക് കടക്കാതെ മുന്നറിയിപ്പിൽ ഒതുക്കണമെന്ന അഭിപ്രായം ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ശക്തമായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ സർക്കാരിന്റെയോ മന്ത്രിമാരുടെയോ തീരുമാനങ്ങൾക്ക് മുകളിലായി പ്രവർത്തിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന മന്ത്രിയുടെ ഉറച്ച നിലപാടാണ് നടപടിക്ക് കാരണമായത്. തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയാണ് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.